ശിവായ. എല്ലാവർക്കും അറിയാം, ഇന്ന് വിനായക ചതുർത്ഥി. നമ്മുടെ നാടുകളിൽ, നമ്മുടെ പ്രദേശങ്ങളിൽ എത്ര ക്ഷേത്രങ്ങളിൽ വിനായക ചതുർത്ഥിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വിനായകന് വേണ്ടിയുള്ള പൂജകളും അതുപോലെ ഗണപതി ഹോമങ്ങളും ഇന്ന് പ്രാധാന്യത്തോടുകൂടി നടത്തി എന്ന് നാം വളരെയധികം ചിന്തിക്കേണ്ട വിഷയമാണ്. എന്തിനാണ് ഈ വിനായക ചതുർത്ഥിയെക്കുറിച്ച് മാത്രം നമ്മൾ ഇത്ര പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം മറ്റ് ഏതൊരു ആഘോഷത്തിനും മറ്റു ഏത് ദേവന്മാരുടെ ആഘോഷങ്ങൾക്കും അതാത് ക്ഷേത്രങ്ങളിൽ, അതാത് ദേവൻ്റെ ക്ഷേത്രങ്ങളിലാണ് അതിന് പ്രാധാന്യം കൊടുക്കുക കൊണ്ടുപോന്നിട്ടുള്ളൂ. അതായത് ദേവൻ്റെ ജയന്തികളും വിശേഷ ദിവസങ്ങളൊക്കെ അതാത് ക്ഷേത്രങ്ങളിൽ അതാത് ദേവൻ്റെ പ്രാധാന്യത്തിനനുസരിച്ച് നടത്തിയാൽ മതിയാകും. പക്ഷേ വിനായക ചതുർത്ഥി എന്നുള്ളത് ഗണപതി ഇല്ലാത്ത എത്ര ക്ഷേത്രങ്ങളാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റുക? ഗണപതിയെ ആരാധിക്കാത്ത, ഗുരുവിനെ ആരാധിക്കാത്ത എത്ര ക്ഷേത്രങ്ങൾ നമുക്കുണ്ട്, എത്ര ആളുകൾ നമ്മുടെ പ്രദേശത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിനായക ചതുർത്ഥി നടത്താത്ത ക്ഷേത്രങ്ങൾ വളരെ സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ്. കാര്യം എന്തിനാണ് ഈ കമ്മിറ്റിക്കാർ പിന്നെ ഇത്തരം ക്ഷേത്രം ഇത്തരം കാര്യങ്ങളൊന്നും, ദേവൻ്റെ കാര്യങ്ങളൊന്നും നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്തവർ എന്തിനാണ് ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ക്ഷേത്ര ഭരണം നടത്തുന്നത്? മറ്റുള്ള ആളുകൾക്ക് അത് വിട്ടുകൊടുത്തുകൂടെ? ഇത് സാധാരണക്കാരായിട്ടുള്ള ഭക്തജനങ്ങൾ ചോദിക്കണം, എന്തുകൊണ്ട് ഈ വിനായക ചതുർത്ഥി നടത്തിയില്ല? കാരണം ഇന്ന് എല്ലാം ബിസിനസ്സായി മാറിയിരിക്കുകയാണ്. നമ്മുടെ ക്ഷേത്രങ്ങളും മറ്റുള്ള പ്രധാന സ്ഥാപനങ്ങളൊക്കെ ഇന്ന് ബിസിനസ് സ്ഥാപനങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതായത് വിനായക ചതുർത്ഥി നടത്തണമെങ്കിൽ ഗണപതി ഹോമത്തിന് എത്ര സീട്ട് വന്നു, അതിന് എത്ര വരുമാനം വന്നു എന്ന് കണക്കാക്കിയിട്ടായിരിക്കും പല സ്ഥലങ്ങളിലും ഗണപതി ഹോമങ്ങൾ നടത്താറ്. പക്ഷേ ഈ വിനായക ചതുർത്ഥിക്ക് അത്തരത്തിൽ യാതൊരു പ്രാധാന്യവും കൊടുക്കാതെ, അത് ഗണപതി ഹോമം ഒരു വിനായകന് വേണ്ടിയിട്ടുള്ള ഒരു ദിവസമാണെന്ന്, അത്രയും പ്രധാനപ്പെട്ട ഒരു ഗണേശൻ്റെ ഒരു ദിവസമാണെന്ന് അതിന് പ്രാധാന്യം കൊടുക്കാൻ പറ്റാതെ എന്തിനാണ് ഈ ക്ഷേത്രങ്ങളൊക്കെ ഇവർ ഇത് തങ്ങളുടെ അധികാര പരിധിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് അറിയുന്നവർ നടത്തട്ടെ, അതിന് കഴിയുന്നവർ നടത്തട്ടെ, അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി, ദേവൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഇത്തരം കാര്യങ്ങൾ നടത്താൻ സാധിക്കുന്നവർ നടത്തട്ടെ. എന്തിനാണ് ഈ ഭക്തജനങ്ങളുടെ ഇത്തരം സങ്കടകരമായിട്ടുള്ള അവസ്ഥയ്ക്ക് നിങ്ങളൊക്കെ കാരണമാകുന്നത്? ഒരിക്കലും ആവശ്യമില്ല. നിങ്ങൾക്കിത് നടത്താൻ സാധിക്കില്ലെങ്കിൽ നിങ്ങൾ നാട്ടിൽ മറ്റാരെങ്കിലും ഏൽപ്പിച്ച് ഇത് കൊടുത്തുകൂടെ? അപ്പോൾ ഈ ഒരു വിനായക ചതുർത്ഥി ഇന്ന് നാം അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ നാടുകളിൽ, നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് എത്ര ക്ഷേത്രങ്ങളിൽ ഇത് നടത്തി, പ്രാധാന്യത്തോടു കൂടി നടത്തി. വളരെ ക്ഷേത്രങ്ങൾ വളരെ ഭക്തിയോടുകൂടി, വളരെ പ്രാധാന്യത്തോടു കൂടി ഈ വിനായക ചതുർത്ഥി ദിവസങ്ങളോളം അതിന് പ്രാധാന്യം കൊടുത്ത് അവരത് നടത്തുകയും ചെയ്തിട്ടുണ്ട്. അത്തരം വിനായക ചതുർത്ഥിക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഈ കാലത്ത് നമ്മൾ ഈ ഗണപതിയെ വിട്ടിട്ടുള്ള ഒരു കളിയും നമുക്ക് നല്ലതല്ല, ഒരിക്കലും നല്ലതല്ല. കാര്യം നമുക്കൊരു വീട് വെക്കുകയാണെങ്കിൽ ആ വീട്ടിൽ ആദ്യമായിട്ട് നമ്മൾ കയറി താമസിക്കുമ്പോഴും നമ്മളൊരു ഗണപതി ഹോമം നടത്താറുണ്ട്, ഒരു ഗണപതിക്ക് പ്രാധാന്യം കൊടുക്കാറുണ്ട്. അതൊക്കെ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങൾ. അതുപോലെ നമ്മൾ ഏതൊരു മംഗളകർമ്മം ആരംഭിക്കുമ്പോഴും അതിനൊരു തുടക്കം കുറിക്കാൻ നമ്മൾ ഗണപതിയെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, വിഘ്നേശ്വരൻ്റെ അനുവാദം നമ്മൾ ചോദിക്കാറുണ്ട്, വിഘ്നങ്ങൾ മാറിത്തരാൻ, നമുക്ക് ആ കാര്യങ്ങൾ മുന്നോട്ട് നടക്കാൻ വേണ്ടി നമ്മൾ വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കാറില്ലേ? ആ ഒരു വിഘ്നേശ്വരനെ നമ്മൾ ഒരിക്കലും മറന്നുകൂടാ. അത് ഏറ്റവും വലിയ തെറ്റാണ്. അത് നമ്മുടെ നാട്ടിലുള്ള ക്ഷേത്ര കമ്മിറ്റിക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. ഗണപതി വിനായക ചതുർത്ഥി അത്ര പ്രാധാന്യത്തോടു കൂടി നടത്താത്തത്. അത് ആരാണോ നടത്താത്തത്, ആ ക്ഷേത്ര പരിസരത്തുള്ള ഭക്തജനങ്ങൾ അല്ലെങ്കിൽ ആ കമ്മിറ്റിയിലുള്ള അംഗങ്ങൾ അത് ശക്തമായി ചോദ്യം ചെയ്യണം, എന്തുകൊണ്ട് നടത്തിയില്ല എന്നുള്ളതിനും അതിനുള്ള ഭാവിയിലുള്ള അതിന് പരിഹാരങ്ങളും ഈ ഭക്തജനങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മളെ ചുറ്റുവട്ടത്തിലുള്ള നമ്മുടെ നാട്ടിലുള്ള ഈ ദേവാലയങ്ങൾ അതൊക്കെ അന്യാധീനപ്പെട്ടു പോകുമെന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം നമ്മുടെ ഓരോ ദേവസങ്കല്പങ്ങൾക്കും നമുക്ക് അറിയാം, ഓരോ ദേവസങ്കല്പങ്ങളും അതിൻ്റെ പ്രാധാന്യത്തോടു കൂടി ആരാധിച്ചു പോരുന്ന ആളുകൾ, ആ ഭക്തജനങ്ങൾ ഈ നാട്ടിലുണ്ട്. ഈ ഭക്തജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഈ ക്ഷേത്രങ്ങളൊക്കെ ഇന്നും നടന്നു പോകുന്നത്. ഒരിക്കലും ദേവനെ സംബന്ധിച്ചിടത്തോളം ദേവന് വേണ്ടിയിട്ടല്ല, ആ ദേവനെ ആരാധിക്കുന്നത് ആ നാട്ടിലുള്ള ആ നാടിൻ്റെ ഐശ്വര്യത്തിനും ആ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും ആ വ്യക്തിയുടെ ഐശ്വര്യത്തിനും വേണ്ടിയിട്ടാണ് ആ ക്ഷേത്രം നടത്തുന്നത്. അപ്പോൾ ആ ക്ഷേത്രം എത്രത്തോളം പ്രാധാന്യത്തോടു കൂടി നടത്തണം, അത് എത്രത്തോളം ഗൗരവമുള്ള ഒരു സ്ഥാപനമാണെന്നും എത്രത്തോളം ഗൗരവത്തോടു കൂടി അതിനെ വീക്ഷിക്കണമെന്നും ആ ഒരു സ്ഥാപനത്തിൽ നമ്മൾ ആ ഒരു കമ്മിറ്റിക്കാരനായിട്ട് ചുമതലയേൽക്കുന്ന സമയത്ത് എന്താണ് ക്ഷേത്രമെന്നും എങ്ങനെയാണ് ക്ഷേത്രം നടത്തേണ്ടതെന്നും എന്താണ് ദേവസങ്കല്പം എന്നും എന്താണ്
ക്ഷേത്രത്തിൻ്റെ സ്വരൂപമെന്നും എന്താണ് പൂജാതി കർമ്മങ്ങളുടെ പ്രാധാന്യമെന്നും എന്താണ് ഉത്സവങ്ങളുടെ പ്രാധാന്യമെന്നും എന്താണ് പ്രതിഷ്ഠയുടെ പ്രാധാന്യമെന്നെങ്കിലും വിവരം വായിച്ചെങ്കിലും മനസ്സിലാക്കിക്കൂടെ? അത് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തതിന് ശേഷം അതൊന്നും വായിച്ച് മനസ്സിലാക്കിക്കൂടെ? അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ നമ്മളെ ക്ഷേത്രങ്ങളിലേക്ക് കൊടുന്ന് അത്തരത്തിലുള്ള ക്ലാസ്സുകളും പ്രഭാഷണങ്ങളും നടത്തിക്കൂടെ? എന്തിന് നമ്മളൊരു തലമുറയുടെ ഒരു ശാപം നമ്മൾ ഈ കമ്മിറ്റിക്കാരെ ഏറ്റുവാങ്ങണം? എത്ര ആളുകളുടെ മനസ്സിൽ ഇന്ന് ഒരു വിനായക ചതുർത്ഥിയിലൊന്ന് പങ്കെടുക്കാനും ആ വിനായകന് വേണ്ടി ഇന്ന് ആ വിനായകന് ഇഷ്ടപ്പെട്ട നിവേദ്യങ്ങളും കാര്യങ്ങളും കൊടുക്കാനുള്ളൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അസുലഭമായിട്ടുള്ളൊരു ദിവസമല്ലേ ഇന്ന് കഴിഞ്ഞു പോയത്? എത്ര ക്ഷേത്രങ്ങൾ അതിന് പ്രാധാന്യം കൊടുത്തു? എന്തുകൊണ്ടത് നടത്തിയില്ല എന്നുള്ളത് ജനങ്ങൾ ചോദിച്ചേ മതിയാകൂ. കാരണം നമ്മുടെ ക്ഷേത്രങ്ങളാണ് നമ്മുടെ ഒരു പ്രദേശത്ത് നമ്മുടെ ക്ഷേത്രങ്ങൾ. ആ ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ പ്രദേശത്തിന് അത്രയും ഒരു മുതൽക്കൂട്ടായിട്ടുള്ള വലിയ മഹത്തരമായിട്ടുള്ളൊരു സ്ഥാപനമാണ്, ഒരു സംവിധാനമാണ്. ആ സംവിധാനം നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നോ അതുപോലെയായിരിക്കും അതിൻ്റെ മുന്നോട്ടുള്ള ഭാവി എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഒരു മണ്ണിനടിയിൽ കിടക്കുന്ന, ഒരു കിണറിൻ്റെ അടിയിൽ കിടക്കുന്ന, പുഴയിൽ കിടക്കുന്ന, പൊളിഞ്ഞു ചാടിയ, ഒരു നശിച്ചുപോയ, ക്ഷയിച്ചുപോയ ക്ഷേത്രങ്ങൾ സാധാരണ ആളുകളാണ് ഉയർത്തിയെടുക്കുന്നത്. അപ്പോൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ഓരോ മനുഷ്യരും അവർക്ക് വേണ്ടിയാണ് അവർ ദേവാലയങ്ങൾ ഉയർത്തിപ്പൊക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് അവിടെ ഓരോ പരിപാടികൾ നടത്തുന്നത്. അപ്പോൾ ആ ജനങ്ങൾക്ക് വേണ്ടിയെങ്കിലും ആ ജനങ്ങളുടെ മുഖമെങ്കിലും നിങ്ങൾക്ക് ആലോചിച്ചുകൊണ്ട് ഈ ക്ഷേത്ര കമ്മിറ്റിക്കാർക്ക് ഇത്തരത്തിലുള്ള ആഘോഷങ്ങളും പരിപാടികളും പ്രാധാന്യത്തോടു കൂടി എന്തുകൊണ്ട് നടത്തിക്കൂടാ? മറ്റു പല കാര്യങ്ങളും നമുക്ക് വിടാം. പക്ഷേ ഗണേശോത്സവം അതുപോലെ ഈ വിനായക ചതുർത്ഥി എന്നുള്ളത് നമുക്ക് പ്രാധാന്യം കൊടുക്കാൻ എന്താണ് കാരണം ഏതൊരു ക്ഷേത്രത്തിലും ഏത് ദേവൻ്റെ ക്ഷേത്രത്തിലും ഗണപതിയെ ആരാധിക്കാതെ, ഗണപതിയെ പൂജിക്കാതെ, ഗണപതിക്ക് കൊടുക്കാതെ, ഗണപതി ഹോമം നടത്താത്ത ഒരു ക്ഷേത്രങ്ങളും നമ്മുടെ നാട്ടിലില്ല എന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാം. അപ്പോൾ അത്രയധികം ആ ഗണപതിക്ക് അവിടെ പ്രതിഷ്ഠയുണ്ടെങ്കിലും ആ ഗണപതിക്ക് അവിടെ തറയുണ്ടെങ്കിലും വിഗ്രഹമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവിടെ ഒരു കേന്ദ്രമില്ലെങ്കിലും ഉണ്ടെങ്കിലും ആ ഗണപതിയുടെ സാന്നിധ്യം അവിടെ തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളത് ഭക്തജനങ്ങളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ഒരു ഉറപ്പാണ്. അത് വളരെ ശാസ്ത്രീയമായിട്ടുള്ളൊരു സത്യവുമാണ്. എന്നിട്ട് എന്തേ നമ്മുടെ ക്ഷേത്ര കമ്മിറ്റിക്കാർ ഇതിന് പ്രാധാന്യം കൊടുത്തില്ല? ആ പ്രാധാന്യം കൊടുക്കാത്ത ക്ഷേത്ര കമ്മിറ്റിക്കാരോടാണ് നമുക്ക് പ്രതിഷേധം. ഈ ഭക്തജനങ്ങൾ, ഓരോ ഭക്തജനങ്ങളും അതിന് പ്രതിഷേധിക്കണം, ചോദ്യം ചെയ്യണം. നമ്മളൊക്കെ നമ്മുടെ വീടുകളിൽ ആരാധനകളും മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ പായേരം പറഞ്ഞിട്ട് നടത്താതിരിക്കാറില്ലല്ലോ. നമ്മുടെ ഓണം, വിഷു, പെരുന്നാൾ, അങ്ങനെയുള്ള പല ആചാരങ്ങളും, കല്യാണം, അങ്ങനെ ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ വീടുകളിൽ നമ്മൾ നടത്തുന്നു. അതൊന്നും നമ്മുടെ കുറവുകളും കാര്യങ്ങളും പറഞ്ഞ് നമ്മളൊന്നും മാറ്റി വയ്ക്കാറില്ലല്ലോ. പിന്നെ എന്തേ ഈ ഗണപതിയുടെ കാര്യം നിങ്ങൾ മാറ്റിവെച്ചു? ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, മറ്റുള്ള ഹോമങ്ങളൊക്കെ നമ്മൾ മൃത്യുഞ്ജയ ഹോമം എന്നാണ് പറയുന്നത്. ശിവഹോമം നമ്മൾ പറയാറില്ല. സുദർശന ഹോമം എന്നാണ് നമ്മൾ പറയാറുള്ളത്. വിഷ്ണു ഹോമം എന്ന് നമ്മൾ പറയാറില്ല. അങ്ങനെ ഓരോ ഹോമത്തിനും അതിൻ്റേതായിട്ടുള്ള പേരുണ്ട്. ഇവിടെ ഗണപതി ഹോമത്തിന് നമ്മൾ ഗണപതി ഹോമം എന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കുക. കാരണം അത് ഗണപതി എന്ന് പറഞ്ഞ ദേവൻ്റെ പേരോട് കൂടിയിട്ടുള്ള ഹോമമാണ്. അതായത് അത് ഗണപതിക്ക് കൊടുക്കുന്നതാണ്, അത് നമ്മൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടില്ല അല്ല. മറ്റുള്ള മൃത്യുഞ്ജയ ഹോമമൊക്കെ നടത്തുന്നത് അതിന് പ്രത്യേക ചില ഉദ്ദേശങ്ങളുണ്ട്. അതായത് മൃത്യുഞ്ജയ ഹോമം എന്ന് പറഞ്ഞാൽ നമ്മൾ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ, അതുപോലെ സുദർശന ഹോമം നമുക്ക് ശത്രുദോഷത്തിനും അതുപോലെ നമ്മൾ ഐശ്വര്യത്തിനും വേണ്ടിയിട്ടാണ് നടത്തുന്നതെങ്കിൽ, വിനായക ചതുർത്ഥിയിൽ നടത്തുന്ന ഗണപതി ഹോമം, ഈ ഗണപതി ഹോമം എന്നാണ് ഇതിന് പറയുന്നത്. അത് ആ ഗണപതിക്ക് കൊടുക്കുന്ന ദിവസമാണ്. അവിടെ നമുക്ക് മറ്റൊന്നും ആഗ്രഹമില്ല. ഇന്ന് ആ ഗണപതിക്ക് കൊടുക്കുന്ന ദിവസമാണ് വർഷത്തിലൊരിക്കൽ. അപ്പോൾ ഒരിക്കലും അത് നമ്മൾ വിട്ടുകളയരുത്. ഇനിയെങ്കിലും നമ്മളെ ക്ഷേത്ര കമ്മിറ്റിക്കാർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിന് വളരെയധികം ഭക്തി പുരസ്സരം ഇത്തരം കാര്യങ്ങൾ നടന്നാൽ അത്രയും ആ ക്ഷേത്രത്തിന് ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാവും. വിനായകനെ വിട്ടുകളയല്ല മക്കളെ, ഒരിക്കലും നമുക്ക് ഗതി പിടിക്കില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.